അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 84-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. NIV ഇംഗ്ലീഷ് വേർഷനിൽ ഇതേ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേ പാസ് ത്രൂ ദ വാലി ഓഫ് ബെക്ക, ദേ മേക്ക് ഇറ്റ് എ പ്ലേസ് ഓഫ് സ്പ്രിങ്സ് എന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കോരഹ് പുത്രന്മാരാണ് 84-ാം സങ്കീർത്തനം എഴുതിയതെന്ന് ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 84-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ണുനീർ താഴ്വര എന്നത് നിരപ്പായ സ്ഥലമല്ല, താഴ്ചയേറിയ സ്ഥലമാണ്. തന്നെയുമല്ല, അവിടെ നല്ല ഇരുട്ടും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ താഴ്വര നമ്മെ അധൈര്യപ്പെടുത്തിയെന്ന് വന്നേക്കാം. കണ്ണുനീർ താഴ്വരയ്ക്ക് പ്രതിസന്ധി, കരച്ചിൽ, കഷ്ടത എന്നെല്ലാം അർത്ഥം കൊടുക്കാം. കഷ്ടതയും പ്രതികൂലവുമാണ് കണ്ണുനീർ എന്ന പദം സൂചിപ്പിക്കുന്നത്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം അധൈര്യപ്പെടുകയോ ക്ഷീണിച്ചു പോവുകയോ ചെയ്യരുത്. കാരണം എല്ലാ വ്യക്തികളും വ്യത്യസ്തങ്ങളായ പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇയ്യോബിൻ്റെ അവസാനം നാം ഒന്ന് കാണണം. വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവൻ്റെ ജീവിതം അവസാനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇയ്യോബിൻ്റെ പ്രതികൂലങ്ങളും കരച്ചിലും വേദനയുമെല്ലാം നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അവൻ തന്നെ വേദനയോടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ നിസ്സാര അവസ്ഥയെക്കുറിച്ചാണ് താൻ പറയുന്നത്. അതെല്ലാം ശരിയുമാണ്. എന്നാൽ യോബിനെ പോലെ പാപം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ഏത് പ്രതികൂലങ്ങളും അവരുടെ ജീവിതത്തിലെ തുവലുകളാക്കി കൊടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഉദാഹരണമായി എടുത്താൽ ജോസഫിൻ്റെ പ്രതികൂലത്തിൽ അവൻ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കി ദർശനം നൽകുക മാത്രമല്ല, അത് നടപ്പിലാക്കുന്നവനാണ് യഹോവ എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പാപം ചെയ്യാതെ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ദൈവം അവൻ മൂലം പലരെയും അനുഗ്രഹിച്ചു. മിസ്രയീമ്യരുടെ മാത്രമല്ല, തൻ്റെ സഹോദരന്മാരുടെയും ഭൂമിയിൽ അനേകരുടെയും ജീവൻ രക്ഷിച്ചു. ഇപ്പോഴും ദൈവം ജോസഫിന് കൊടുത്ത ജ്ഞാനത്താലാണ് ഇന്ത്യയിലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയതെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നു. ജോസഫിൻ്റെ കണ്ണുനീർ അനേകർക്ക് ആശ്വാസത്തിനു വേണ്ടിയായിരുന്നു എന്ന് കൃത്യമായി ജോസഫ് മനസ്സിലാക്കിയത് മിസ്രയീം പ്രധാനമന്ത്രി കസേരയിൽ അവനെത്തിയപ്പോൾ മാത്രമായിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനെ പകച്ചു, അവൻ്റെ അപ്പൻ അവനെ പകച്ചു, പോത്തിഫർ അവനെ പകച്ചു, ഒടുക്കം പാനപാത്രവാഹകൻ അവനെ മറന്നു കളഞ്ഞു. അപ്പോഴൊന്നും ജോസഫ് അവർക്കെതിരെ പ്രതികരിച്ചില്ല. അവൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഒടുവിൽ യഹോവ അവനെ ഓർത്തു. എന്നെ കേൾക്കുന്ന ദൈവ മകനെ, ദൈവ മകളെ, ആരെല്ലാം നമ്മെ ഓർത്തില്ലെങ്കിലും വിഷമിക്കേണ്ട. കാരണം അവരാരും നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്തിട്ടില്ല. അവരോട് ആരോടും കയ്പായിരിക്കേണ്ട. എന്നാൽ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത ഒരുത്തനുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മെ ഓർക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഒരു തെറ്റിലും വീഴാതെ ദൈവവചനം അനുസരിച്ചുകൊണ്ട് തന്നെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിച്ചു കൊള്ളുക. ഒരു ദിവസം ജോസഫിനെ മാനിച്ച, ജോസഫിൻ്റെ ദർശനം സഫലമാക്കിയവൻ നമ്മെയും സന്ദർശിച്ച് ആശ്വസിപ്പിക്കും. 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഒരു കൂരിരുൾ താഴ്വര നമുക്ക് കാണുവാൻ കഴിയും. വാലി ഓഫ് ഡെത്ത് എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗത്തിൻ്റെ താഴ്വര, പ്രതികൂലത്തിൻ്റെ താഴ്വര, കഷ്ടതയുടെ, ഒറ്റപ്പെടുത്തലിൻ്റെ, വിഷാദത്തിൻ്റെ, നിരാശയുടെ, മനംമടുപ്പിൻ്റെ എല്ലാം താഴ്വര നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. കഷ്ടതയോ രോഗമോ തൊഴിലില്ലായ്മയോ കുടുംബ പ്രശ്നമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അപ്പോഴെല്ലാം നാം ഒറ്റ കാര്യം ചെയ്താൽ മതി. ശിഷ്യന്മാർ ചെയ്തതുപോലെ നമ്മുടെ ജീവിത പടകിൽ യേശു ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് യേശുവെ, ഞാൻ ഈ പ്രതികൂലമാകുന്ന സാഗരത്തിൽ മുങ്ങുന്നു, എന്നെ സഹായിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. നിശ്ചയമായും നമ്മുടെ പ്രതികൂലങ്ങൾ, ഹൃദയവേദനകൾ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട യേശുവിനെ മനസ്സിലാകും. ഒന്നാമത് നാം ചെയ്യേണ്ടത് നമ്മിൽ മറഞ്ഞിരിക്കുന്ന പാപമുണ്ടോ എന്ന് ശോധന ചെയ്യണം. ഉണ്ടെങ്കിൽ നിശ്ചയമായും നാം നിരപ്പ് പ്രാപിക്കണം. മനുഷ്യരോടും ദൈവത്തോടും നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് നാം യേശുവിനോട് പാപം ക്ഷമിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും നാം
ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മെ പ്രതികൂലത്തിലാക്കിക്കൊണ്ട് സമാധാനം എടുത്തു കളയുവാൻ ശ്രമിക്കുന്ന സാത്താൻ നമ്മുടെ പരിസരത്ത് പോലും നിൽക്കാതെ ഓടി മറയും. ജീവിതത്തിൽ കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും താഴ്വരകൾ കടന്നു വരുമ്പോൾ ചില വ്യക്തികൾ അവർക്ക് പോകേണ്ട സ്ഥലത്തു നിന്നും ശ്രദ്ധ തിരിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും എന്ന് സദൃശവാക്യങ്ങൾ 15 അധ്യായം 24 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം വല്ലവിധേനയും ഒരു പുനരുദ്ധാനം പ്രാപിക്കുക എന്നതായിരിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 11 വാക്യത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലവിധേനയും യേശുക്രിസ്തുവിൽ കൂടി ദൈവം ദാനമായി തരുന്ന പുത്രത്വം പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതികൂലങ്ങളും ചിലപ്പോൾ ശക്തിപ്പെട്ടെന്ന് വന്നേക്കാം. അപ്പോൾ 23 സങ്കീർത്തനത്തിലെ 4 വാക്യത്തിലെ വരികൾ നാം ഓർക്കണം. നീ എന്നോട് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അതെ, യേശു പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 33 വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്ന് യഹോവ മോശയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് വായിക്കുവാൻ സാധിക്കും. നാം വചനം അനുസരിച്ചാൽ ആ വാക്തത്വം നമുക്ക് കൂടി ഉള്ളതാണ്. ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 18 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ ആ വാഗ്ദാനം നമുക്കും കൂടി ഉള്ളതാണ്. നിത്യതയ്ക്ക് വേണ്ടിയുള്ള യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല എന്ന് ഓർത്തുകൊള്ളണം. യോബിൻ്റെ കഷ്ടതയിൽ ദൈവം അവനെ കൈവിട്ടില്ല. ദാനിയേലിന്റെ സിംഹത്തിന് ദൈവം വിട്ടുകൊടുത്തില്ല. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ബാലന്മാരെ തീയ്ക്ക് ദൈവം വിട്ടുകൊടുത്തില്ല. യേശുവിൻ്റെ പിതാവ് കല്ലറയ്ക്ക് വിട്ടുകൊടുത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മെയും യേശു ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല. കാരണം നാം യേശുവിന് വിലയേറിയവരാണ്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള യേശുവിലുള്ള നമ്മുടെ വിശ്വാസം തള്ളിക്കളയരുത്. യേശുവിൻ്റെ ആണിപ്പാടുള്ള കാൽപാദം പിന്തുടർന്നു കൊള്ളുക. എത്ര ഈസിയാണെങ്കിലും ആണിപ്പാടില്ലാത്ത പാദങ്ങൾ പിന്തുടരാതിരിക്കുക. അപ്രകാരം നാം വിശ്വസ്തയോട് ജീവിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും നിത്യജീവന അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.